ഇത് മേടിച്ച് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഐഫോണിൻ്റെ ബാറ്ററി ഐഫോൺ 6s ബാറ്ററി 1000 രൂപയുള്ള വിത്ത് വാറണ്ടി 1 year വാറണ്ടി നാട്ടിൽ 2500 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം. ജോമോൻ ഇത് വേണം നിനക്ക്? നോ വൈ? അവനൊരു വലിയ ഫോൺ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? എടാ ഇവിടെ എൻ്റെ മോട്ടോറോള ഫോണിൻ്റെ സാധനം ഫുൾ മുംബൈയിൽ കിട്ടിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് കടയിൽ നീയല്ലേ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് കട കിട്ടിയല്ലോ. പ്രൊഡക്ഷൻ കരോൾ ബാഗിലാണ്. പക്ഷേ അവിടെ വിലക്കുറവ് കിട്ടും, ഇവിടെ സാധനം കിട്ടും. വലിയ വ്യത്യാസമൊന്നുമില്ല. കരോൾ ബാഗ് ഇവിടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 50 രൂപയുടെ വ്യത്യാസമല്ലേ. ഇവിടുന്ന് മെട്രോ പിടിച്ച് അവിടെ പോകുമ്പോൾ 45 രൂപയുടെ ടിക്കറ്റ് ആവത്തില്ലേ? അഖിലിന്റെ പോക്കറ്റിൽ ആരോ കൈയിട്ട് ഗൈസ്. അഖിൽ റിച്ചാന്ന് വിചാരിച്ചാണ് കേട്ടോ. പഴയ കർച്ചീഫും ടിഷ്യൂ പേപ്പറൊക്കെ കിട്ടും. ചമ്മി പോത്തേ ഉള്ളു കൈ ഇടുന്നത്. നമുക്ക് പുതിയ പെർഫ്യൂംസ് ഒക്കെ വരുന്നുണ്ട്. പെർഫ്യൂം ലാബ് .in ഇത് വന്നിട്ടുണ്ട്. മെസ്സേജ് അഖിലിന് വന്നിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. ബ്രോ ലോസ്റ്റ് ചെറി ബൈ ടോം ഫോർഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലോസ്റ്റ് ചെറി ബൈ ടോം ഫോർഡ് 8.5 out of 10 ഉള്ള ഫ്രാഗ്രൻസ്, റേറ്റിംഗ് ഉള്ള ഫ്രാഗ്രൻസ്. കിട്ടില്ല സാധനം. അത് ഇത്ര 22,000-25,000 രൂപ കണ്ട് ഇതിൻ്റെ വില, ഒറിജിനൽ വില. ഇതിൻ്റെ 1% പ്രൈസിൽ നമുക്ക് സാധനം കിട്ടും. ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ സോർ ചെറിയുടെ മണം, ബീറ്റർ ആൽമണ്ട് ആൻഡ് ലിക്കറിൻ്റെ മണം ഉള്ള പെർഫ്യൂം. രണ്ടാമത്തെ 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സോർ ചെറി പ്ലം ടർക്കിഷ് നോട്ട്. വെള്ളം അടിച്ചിട്ട് ഈ പെർഫ്യൂം അടിച്ച് നേരെ വീട്ടിൽ കയറി ചെന്നാലും പറയാം അമ്മ ലോസ്റ്റ് ചെറി ആണ് അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ബോട്ടിൽ കാണിച്ചാൽ മതി. അപ്പം തന്നെ ചെപ്പാ കുറ്റിക്കൊരു അടിയും കിട്ടും. ഇതാ മോനെ യഥാർത്ഥ ലോസ്റ്റ് ചെറി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ലോസ്റ്റ് ആയല്ലോ, വായിൽ 2 പല്ലും പോകും. നമുക്ക് ബോട്ട് സ്റ്റോൺ വയർലെസ് പോർട്ടബിൾ സ്പീക്കർ മേടിക്കാം ഫ്രം ഡ്രീം പോർട്ട്. 193 ബോട്ട് സ്റ്റോൺ 193 എന്നാണ് മോഡലിൻ്റെ പേര്. 37 രൂപയുള്ള സാധനത്തിന് കേട്ടോ. 100 പേര് 37 രൂപ വെച്ചിടുമ്പോഴത്തേക്ക് ആ 100 പേരിൽ ഒരാൾക്ക് അടിക്കും. ബാക്കി 99 പേർക്ക് ഇത് വേണമെങ്കിൽ മേടിക്കാം. ആദ്യം വിട്ട് 37 രൂപ മൈനസ് ചെയ്ത് എമൗണ്ട് ഇടാം. 1062 രൂപയാണ് ഇതിൻ്റെ വില, റിയൽ പ്രൈസ്. ആഫ്റ്റർ മൈനസ് 37. ട്രെയിനൊക്കെ വരും. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ടാണ് മേടിക്കാമെന്ന് വിചാരിച്ചത്. ബൈ 1 സ്പോട്ട് അടിക്കാം. ഇത് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. ഡ്രീം പോർട്ടിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് ബ്രോ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. കൈ കാണിക്ക് നിർത്തും. ഓ ചേച്ചിയാണ് നമ്മളെ കണ്ടു. ഓക്കെ നിർത്തി. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറയുമായിരുന്നു എവിടെയെങ്കിലും പട്ടി പ്രസവിച്ചെടുക്കുന്നെങ്കിൽ ഒരു കുട്ടിയെ തരാൻ വേണ്ടി വളർത്താനായിട്ട്. നീ കാണുമെന്നെങ്കിൽ എടുക്കണം കേട്ടോ. ഒരു കവറിലിട്ടിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ അപ്പോഴേ വന്ന് മെട്രോയിൽ വന്ന് സാധനം എടുത്തോളാം. എനിക്ക് പട്ടിയെ വളർത്താൻ ഭയങ്കര ആഗ്രഹം. അഖിലിൻ്റെ അച്ഛന് ആ ആഗ്രഹം തീർന്നു അഖിൽ പറയാ. അഖിലുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലും ഒരു കുറവുണ്ട് ഇപ്പോൾ. എൻ്റെ മാസ്ക് കണ്ടിട്ട് ഫുള്ള് ചിരിയാണ് ആൾക്കാർ മെട്രോയിൽ. കേസല്ലക്കാ അച്ഛാ ബഹുത് ബടിയാന്നേ കൊള്ളാമെന്നേ പറയത്തുള്ളൂ കേട്ടോ. കൊള്ളത്തില്ലെന്ന് പറയത്തില്ല. ഇടാം അല്ലേ പണി കിട്ടും. നമ്മൾ നെഹ്റു പ്ലേസിലാണ്. നെഹ്റു പ്ലേസ് ബ്രോ. നെഹ്റു പ്ലേസ് മാർക്കറ്റ്. വണ്ടി കൊണ്ടുപോകും. അയ്യോ നെഹ്റു പ്ലേസ് മാർക്കറ്റിലാണ്. ലാപ്ടോപ്പുകൾ. നിനക്കെന്താണ് വേണ്ടുന്നത്? ക്യാമറ. ഇവന് IP ക്യാമറ ഫുള്ള് ഡിജിറ്റൽ സംപ്രേഷണം ചെയ്യുന്ന ക്യാമറയൊക്കെ വേണം. നമുക്കൊരു സബ്സ്ക്രൈബർ വിഷ്ണു ഉണ്ട് ഫ്രം ട്രിവാൻഡ്രം. പുള്ളിക്ക് ലാപ്ടോപ്പ് മേടിക്കണം. സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ്. i7 അല്ലെ i3 സെക്കൻഡ് ജനറേഷൻ 3rd ജനറേഷൻ സംഭവം സ്പെസിഫിക്കേഷൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. പുള്ളിക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയാണ് കേട്ടോ. അത് മേടിച്ചു കൊടുക്കണം. എല്ലാം സെറ്റാക്കി സാധനം കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. സ്റ്റേ വിത്ത് മീ ഓക്കെ. എന്തൊക്കെയാണ് കുമ്പളങ്ങ മിക്സ് ജ്യൂസ്, പച്ചക്കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിച്ച് തരുവാണ്. ക്യാരറ്റ്, തക്കാളി തക്കാളി എടാ പച്ചക്കറി ജ്യൂസാണ് തരുന്നത്. ഞാൻ ഫ്രൂട്ട് ജ്യൂസ് ഒന്ന് ആലോചിച്ച് പുള്ളി പച്ചക്കറി ജ്യൂസ് തരുന്നു. എനിക്ക് അബദ്ധം. വേണ്ട ചേട്ടാ, ഇതെല്ലാം എടുത്ത് തിരിച്ചിട്. പച്ചക്കറി ജ്യൂസ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ജീവിതത്തിൽ. ഇത് തന്നെ വേണം എനിക്ക്. ഇത് തന്നെ വേണം. വീട്ടിൽ അവിയലുണ്ടാക്കിയാൽ കഴിക്കാത്ത എനിക്ക് ഇത് തന്നെ വേണം. അഖിലേ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. ഇതാണ് നെഹ്റു പ്ലേസ് മാർക്കറ്റ്. കണ്ട മാലിക് സ്ക്രാപ്പ് സ്റ്റോർ. കമ്പ്യൂട്ടേഴ്സിൻ്റെ കമ്പ്യൂട്ടേഴ്സ്, അത് പൊളിക്കുന്ന കമ്പ്യൂട്ടറുകൾ, പിന്നെ സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടറുകൾ, ഒറിജിനൽ പുതിയ കമ്പ്യൂട്ടറുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വൻ മാർക്കറ്റാട്ടോ. ഫസ്റ്റ് ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തായിരുന്നു ലാപ്ടോപ്പ്. ആപ്പിൾ ലാപ്ടോപ്പൊക്കെ ഇവിടെ 15,000, 20,000, 25,000 രൂപയ്ക്ക് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, കാണിച്ചായിരുന്നു. ഇന്ന് നമ്മൾ അതും നോക്കും, പ്ലസ് ഒരെണ്ണം മേടിക്കും. അഖിലിൻ്റെ പിന്നെ സംപ്രേഷണം ചെയ്യുന്ന ക്യാമറ, വയർലെസ് പൊളി ക്യാമറ ഓർഡർ പ്രകാരം നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും. ഈ കടയിൽ നിന്നാണ് നമ്മൾ അന്ന് കഴിച്ചത്, ഓർമ്മയുണ്ടോ? യെസ്. ഇന്ന് അഖിലിൻ്റെ ബാഗിൽ ഫുഡൊക്കെ ഉണ്ട്. അഖിൽ ഫുഡൊക്കെ ആയിട്ട് വന്നത്. ബാക്ക് പാക്ക്
എവിടെ ഡോറ? നമ്മുടെ ഡോറയാണെങ്കിൽ മാപ്പ് ഉണ്ടോ ഡോറ? ഞാനാരാ അപ്പൊ ബുജിയാണ്. ഇന്ന് കൊറോണയുടെ സീനൊക്കെ കുറവുണ്ട്, പക്ഷേ ചെക്കിംഗ് ഉണ്ടാവും. മാസ്ക് വെക്കണം, അല്ലെങ്കിൽ പണി വാളും. നീ ഒന്ന് കറങ്ങി ബോർഡൊക്കെ നോക്കുക. ആൽഫ സ്റ്റേഷനറീസ്, കമ്പ്യൂട്ടേഴ്സ്, ഡെല്ലിൻ്റെത്. ഈ ഫുൾ ബിൽഡിങ് ഇതാണ് മാർക്കറ്റാണ്, കമ്പ്യൂട്ടർ മാർക്കറ്റ്, ലാപ്ടോപ്പ് മാർക്കറ്റ്. ബാഗൊക്കെ ഇരിക്കും നോക്ക്. ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചേരും, സ്ക്രീൻ ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ഫോണിൻ്റെ ബാക്കിലൊട്ടിക്കുന്ന സാധനം ജോക്കർ 50 രൂപയാണ് ഇതൊക്കെ. ബാക്കിൽ ഇവർ ഒട്ടിച്ചേരും ഈ സാധനം. എന്താ സൂപ്പ് 50 റുപ്പീസിൻ്റെ സാധനം. ഞാൻ ഒരെണ്ണം ഒട്ടിച്ചായിരുന്നു എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ. ഇതൊക്കെ നാട്ടിലിറക്കാൻ പറ്റും. ഇതൊക്കെ 5 രൂപ 10 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും ഇവിടുന്ന്. നിനക്ക് വെക്കണോടാ മൊബൈലിൽ തമ്പുരാൻ ഗ്ലാസ്, ടെമ്പേർഡ് ഗ്ലാസ്? നേ ലഗാവ് തമ്പുരാൻ ഗ്ലാസ് 5D 7D. എത്ര രൂപ? കിतना രൂപ? 100 രൂപ. നിനക്ക് ഇടണോ? വേണ്ടല്ലോ. उसके मोबाइल में है तंबुरान ग्लास. प्राइस कम हो जाएगा. हाँ तुम ज़्यादा प्राइस बोल रहे, केरल के रेट बोल रहे. अरे बढ़िया कर रहे. പ്രൈസ് കുറവ് 50 രൂപയ്ക്കുള്ളത്. 100 രൂപ പറഞ്ഞാൽ നമ്മൾ വരുത്തരാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോൾ ഈ ജാക്കറ്റ്, ഈ പ്യൂമയുടെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ എന്നെ കണ്ട ഇവിടെ ടൂറിസ്റ്റാന്ന് വിചാരിക്കും. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന പയ്യന്മാർ ഇങ്ങനത്തെ ഡ്രസ്സിങ്ങാണ് ചെയ്യുന്നത്. നമ്മുടെ വിഷ്ണു പറഞ്ഞിരിക്കുന്നത് i3 പ്രോസസ്സർ 7th gen. 7th gen മിൽത്താ ना? 7th gen. हाँ i3. പക്ഷേ ഇത് i5 ആണ്. 5th gen ആണ് ഇത്. i5 5th gen ആണിത്. 13,500 രൂപ പറയുന്നത്. 10 രൂപയ്ക്ക് കിട്ടും i3. 10,000 के अंदर मिलता है ना i3. ഓ ഇവിടെ ഡെല്ലിൻ്റെ ലാപ്ടോപ്സ് ഒക്കെ ഇരിക്കുന്നല്ലോ. ഇത് i5 5th generation ആണ്. 16,000 രൂപയാണ് പറയുന്നത്. നമുക്കിത് 15 രൂപയ്ക്ക് കിട്ടും. ഇതാണ് അയാൾ 16 പറയുന്നത് ഡെല്ലിൻ്റെത്. कितना GB है सर? 500 GB. भाई इसे स्पेक्स क्या है? 500 GB. i5 5th 4 GB RAM 500 GB ഹാർഡ് ഡിസ്ക് ഡെല്ലിൻ്റെ സാധനം. ഇത് കൊള്ളാടാ. 15 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടുന്ന വെച്ചാൽ വലിയ കാര്യമാടാ ഡെല്ലിൻ്റെ. i3 i5 ആണ്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. i5 5th gen ആണിത്. ഇത് വേണമെന്ന് ചോദിച്ചു ഞാൻ അവൻ്റെ അടുത്ത്. പിന്നെയും കുറേ ലാപ്ടോപ്സ് ഒക്കെ ഇരിപ്പുണ്ട് ഇവിടെ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു പറയുന്നത് i5 ആയാലും i3 ആയാലും ജനറേഷൻ 7 താഴെ പോയ സീനാണ്. ജനറേഷൻ 7 താഴെ പോയ സീനാണ്. ലാഗ് ആവുന്നു, അവന് സോഫ്റ്റ്വെയർ വർക്ക് ആവത്തില്ല. ഇവിടെയും കുറേയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ റിഫർബിഷ്ഡ് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്സ് ഒക്കെ. വില ചോദിക്കാം നമുക്ക്. i7th ജനറേഷൻ കിട്ടിയ അടിപൊളിയായിരുന്നു. i5ൻ്റെ i3യുടെയും 7th ജനറേഷനാണ് നമ്മൾ തപ്പുന്നത്. എൻ്റെ കയ്യിൽ ആസ്യൂസിൻ്റെ ലാപ്ടോപ്പ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ കുറച്ചുകൂടെ കിടിലം മോഡലാണ് ഉള്ളത്. ചെറുത് ഈ കിത്തനൊക്കെ 6,500. ഓക്കെ 5,000 ആണ് വില. നൈസ്. സാംസങ്ങിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ലാപ്ടോപ്പ്. IBM തിങ്ക് പാഡ്, അസൂസ്. എൻ്റെ ഒരു തോഷിബയുടെ ലാപ്ടോപ്പൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. ശരിയാക്കണം. ബാറ്ററി പോയി, എല്ലാം പോയി. i3 7th जनरेशन होगा आपके पास? പുള്ളി മാക്ക് മേടിക്കാൻ പോകണം കേട്ടോ. ഇത് i5 വിറ്റിട്ട് പുള്ളിയുടെ പേഴ്സണൽ आपका पर्सनल है? अच्छा i5 6th जनरेशन. ओके कितने रुपया है इसका? ये मार्केट में 22,000 रुपए का. 22 मीन्स इंग्लिश में बोलो. 22,000. ठीक है. हाँ. बट ये अभी आपको दूंगा तो मैं 21,000 का दूंगा. ओके ठीक है. और इसमें SSD भी है. मेड इन टोक्यो क्या है? मेड इन जापान. हाँ जी. HP जापान, मेड इन जापान അങ്ങനെ ഒരു ഇമ്പോർട്ടഡ് സാധനമാണ്. എലീറ്റ് ബുക്ക് എന്നാണ് HP എലീറ്റ് ബുക്ക്. 21 പറയുന്നു, 20 രൂപയ്ക്ക് കിട്ടും. സ്പെസിഫിക്കേഷൻ നോക്ക്. പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പുള്ളിയുടെ ബാഗിൽ നിന്ന് എടുത്തതാണ്. അവിടെ ഇരിക്കുന്ന ബാഗിലാണെന്ന്. बैग नहीं है. बैग नहीं आता. बैग नहीं, बैग फ्री इल्ला. 8 GB RAM. i5 6th जनरेशन. i5 6th जनरेशन. वेट इसका एक फोटो. और बैटरी बैकअप भी इसमें कम से कम. ये SSD है ना? हाँ जी. SSD है. 256 SSD. 256 मींस हाउ मच? 256 SSD. ये देखो स्पीड दिखाता हूँ मैं आपको. शट डाउन हो गया. ऑन होते ही विंडोज आएगा. हाँ कोई वाइब्रेशन कुछ भी नहीं है. SSD ആയതുകൊണ്ട് പണ്ടത്തെ കണക്കൊരു സൗണ്ടും ഒന്നുമില്ല. ബാറ്ററി ലൈഫ് भी अच्छा होगा SSD है तो. അതാണ്. सारा बेबी कौन है? मेरी बेटी है. 6 ईयर की बेटी. और अनटच फ्रेश है बिल्कुल. HP एलीट बुक ओपन भी नहीं हुआ है. HP യുടെ സാധനം ആട്ടാ. 8 GB RAM 500 GB ഹാർഡ് ഡിസ്ക് ഒക്കെ ഉള്ള സാധനം. 8th gen है ये and solid state hard disk.
ആണ്. കോർ i5 8th Gen 24,000 കിട്ടും. ഒരു 20,000 വേണം ഒപ്പിക്കാം വില പേശിക്കഴിഞ്ഞാൽ. ഇതിൻ്റെ ബറാബർ മാക് കിतना में मिलता है 25 में मिलता है ना. 4GB റാമുള്ള മാക് ബുക്ക് കിട്ടും 24,000. 4GB 128GB സാധനമാണ് ആപ്പിളിൻ്റെത്. മാക് ബുക്ക് എയർ 25,000 24,000 ഈ സാധനം മേടിച്ചാൽ കുറേ ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. ഇത് കാരണം 8th Gen ആണ്, i5 ആണ്. പക്ഷേ അവന് വേണ്ടുന്നത് i7 and 7th Gen ആണ് വേണ്ടുന്നത്. i3 and 7th Gen ആണ് അവന് വേണ്ടുന്നത്. അപ്പം 15 രൂപയുള്ളൂ ബഡ്ജറ്റ്. നോക്കിയിട്ട് പറ ബ്രോ, ഇല്ലെങ്കിൽ ഞാൻ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് പൈസ സെറ്റ് ആക്കിയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് പൈസ സെറ്റ് ചെയ്യണം. നമുക്ക് 15 രൂപയ്ക്കകത്ത് 15,000-നകത്ത് i3 7th Gen ഒപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഡെൽ i3 7th Gen 4GB റാം 1TB ഹാർഡ് ഡിസ്ക്. പക്ഷേ 20,500 ആവും. 15 കിട്ടത്തില്ല. സംഭവം 20,000 രൂപ വേണം ഇവിടെ. ഡീസൻറ്റ് നല്ലൊരു കിടിലം ലാപ്ടോപ്പ് വേണമെങ്കിൽ 7th Gen വേണമെങ്കിൽ. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് എക്സലൊക്കെ ചെയ്യാനുള്ള സാധനം, എക്സൽ മറ്റേ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, നമ്മുടെ നെറ്റ് സർഫ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 10,000-നകത്ത് സംഭവം സാധനം കിട്ടും ഇവിടെ. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. 6,000 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്. 6,500 വരെ ലാപ്ടോപ്പ് ഉണ്ട്. ചെറിയ ലാപ്ടോപ്പ് അസൂസിൻ്റെ. അതല്ലേ മൊബൈൽ മേടിക്കുന്നതിനൊക്കെ കുറച്ച് പൈസക്ക് ലാപ്ടോപ്പ് കിട്ടും. അടുക്കി വെച്ചേക്ക് നോക്ക്. ഡെസ്ക്ടോപ്പിൻ്റെ CPU അടുക്കി വെച്ചിരിക്കുന്നു. മാസ്ക് വെക്കണോടെ. എനിക്ക് മാസ്ക് വെച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല വീഡിയോയിൽ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ മാസ്ക് ഊരിയിട്ട് സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ മാസ്കിലാണ്. പക്ഷേ ഇപ്പം മാസ്ക് വെച്ചില്ലെങ്കിൽ സീനാണ്. ഇത് എന്തോടെ കിടുക്ക് സാധനങ്ങൾ. ഇത് സെർവേഴ്സ് ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണേ. വിലയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചെടുക്കാൻ പറ്റും. ഹായ് സർ, ക്യാ പ്രൈസ് സർ? सर्वर है ना ये सर्वर है. हाँ वही तो. और ये 15,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് സെർവറിൻ്റെ. ലെനോവോ തിങ്ക് സെൻറ്റർ ആണ് ഇത് ഫുള്ള്. ഒരു ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. അതാണ്ടേ ഡെസ്ക്ടോപ്പ് 15,000 20,000 രൂപയ്ക്കൊക്കെ ഈ ഇത് കിട്ടും. ഈ സ്ക്രീനുള്ളത്. ഹായ്. പ്രൊജക്ടറിൻ്റെ കട. याद है मैं आया था, एक डेडिकेटेड वीडियो करना था, पूछ रहा लोग. हाँ ऑर्डर भी आएगा. अड्डीपोली केട്ടോ. प्रोजेक्टर ऑर्डर. स्टार्टिंग प्राइसेस क्या होता है इसका? 12,000 से 15,000 50,000 12 തൊട്ട് 50 വരെയുള്ള ഉണ്ട്. लोगों को मूवी देखना है घर में, वो वाला प्रोजेक्टर चाहिए. 12,000 കിട്ടും അല്ലേ? 12,000 കിട്ടും. क्या ब्रांड मिलेगा? എപ്സൺ, ബെൻക്യൂ, ഹിറ്റാച്ചി എല്ലാം കിട്ടും. 12 രൂപയ്ക്ക് സംഭവം വീട്ടിൽ ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന പ്രൊജക്ടർ കിട്ടും കേട്ടോ. ഇവിടെ റിപ്പയറിംഗും എല്ലാം ഉണ്ട്. आपका नंबर देगा, आपको कॉल आएगा. कोई प्रॉब्लम है आपको? नहीं प्रॉब्लम नहीं है ना. അപ്പം പുള്ളിയുടെ നമ്പർ തരാം. ഹേമന്ത് സൈനി ഉണ്ട് 3. ഇതാണ് നമ്പർ 9873373389. വാട്സാപ്പ് കറേगा. വാട്സാപ്പ് അയച്ചു കൊടുത്താൽ മതി പുള്ളിക്ക്. आप फोटो भेजो, आपको हो जाएगा. पैकिंग करके भेजेगा ना, आपको सीधा ऑर्डर मिलेगा. ഇതാണ് സംഭവം കേട്ടോ. പുള്ളിയുടെ കട അടിപൊളിയാണ്. ഫുള്ള് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അവിടെ എല്ലാം. കിട്ടില്ല. ഞാൻ मैं उस दिन आया, मैं भूल गया ये बोलने के लिए. हाँ देखा ना आपने? നമ്മുടെ വീഡിയോ കണ്ടായിരുന്നു ഫസ്റ്റ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക്. എന്തൊക്കെ സാധനങ്ങളാ. കിട്ടില്ല. एक दिन में आएगा पूरा एक പീസ് देखने के लिए. ഇതിൻ്റെ ഫുൾ एक പീസ്, ഓരോരോ പീസ് സ്പെസിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തോ, ഞാൻ പറയാം. അല്ലെങ്കിൽ ഈ പുള്ളിയെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ ബെൻക്യൂയോ സോണിയോ ഏത് സാധനമായാലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. ബെൻക്യൂ, എപ്സോൺ, സോണി. സോണിയുടെ സാധനമൊക്കെ ഇരിക്കുന്നു ബ്രോ. ടെൽ. വാ വീട്ടിലിരുന്ന് സിനിമ കാണാം. പൊളിയാടാ. വീട്ടിലിരുന്ന് സിനിമ കാണാം. വെള്ളം മതിലുണ്ടെങ്കിൽ സ്ക്രീൻ ബി മിലേക്കാനാ. സ്ക്രീനും കിട്ടും. 25,000 സാധനമാണ്. മിനി പ്രൊജക്ടർ. സെക്കൻഡ് ഹാൻഡ് സാധനമാണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ബോർഡിൻ്റെ അത്രയും വരും. ക്യാനോൺ ചെയ്തേക്കുന്ന ബോർഡിൻ്റെ അത്രയും സ്ക്രീൻ സൈസ് വരും. ഇതിനൊക്കെ 18,000 സാധനമാണ്. അതെ ഒപ്റ്റിമ സാധനം. ഈ വലിയ പ്രൊജക്ടർ ഇതിലും വിലക്കുറവിൽ കിട്ടും. ഇത് ചെറിയ മിനി പ്രൊജക്ടർ കാണിക്കണേന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത്. നേരിട്ട് വിളിച്ചാൽ മതി കേട്ടോ. USB इनपुट भी है. ये कोरियर सेफली करेगा? ब्रोकन नहीं होएगा ना? जाता है ना. आसामिലേക്ക് അയക്കുന്നുണ്ട്. साउथ इंडिया भी सेंड करता है. ओके सो आप एक्सपर्ट है കൊറിയർ में. ठीक है വിശ്വസിച്ച് അയക്കാം കേട്ടോ. നോ പ്രോബ്ലം. സ്ഥിരം കടയാണ് ഇവിടുത്തെ. നമുക്കറിയാവുന്നതാണ്. എപ്പോഴും ഈ ചേട്ടനെ കാണുന്നത്. വെബ് ക്യാംസ്, ലോജിടെക്, USB ക്യാമറ. ഈ കടയിലുണ്ടോ നീ അന്വേഷിക്കുന്ന സർവൈലൻസ് ക്യാമറ? ചിപ്പുള്ള ക്യാമറയാണ് അഖിലിന് വേണ്ടുന്നത്. അഖിലിന് നോർമൽ സാധനങ്ങളൊന്നും ഓടത്തില്ല. അഖിൽ ഫുള്ള് ഹൈടെക് ആണ് അല്ലേ? അതല്ല ഓർഡർ അതാ വന്നത്. ഡിമാൻഡ് വന്ന് അതാ വന്ന്. എനിക്ക് ഓർഡർ കിട്ടിയതല്ലേ. ഞാൻ ജസ്റ്റ് തള്ളിയതാണ് നിന്നെ പറ്റി. ഡെല്ലിൻ്റെ ചെറിയ കമ്പ്യൂട്ടറുകൾ
ഹാർഡ് ഡിസ്ക് ഇവിടെ ചോദിച്ചു നമ്മൾ ഇവിടെ സാധനം കിട്ടുമല്ലോ. സി പി യുസ് ഉണ്ട്. ഡെല്ലിൻ്റെ i3 സെക്കൻഡ് ജനറേഷൻ 7000 ഉണ്ട്. ഇതൊക്കെ 5000 6000 7000 റേഞ്ച് में मिलता है. ടൈനി മീൻസ് സ്മോൾ സി പി യു ഉണ്ട്. 10,000 11,000 രൂപയ്ക്കൊക്കെ ഉള്ള എല്ലാം റേഞ്ച് നമ്മൾ പറയാണ്. പ്രൈസ് റേഞ്ച് പറയുന്നത് സ്പെസിഫിക് പ്രൊഡക്ട്സ് പ്രൈസ് അല്ല. അത് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ സ്പെസിഫിക് പ്രൈസ് നമുക്ക് കിട്ടും. റേഞ്ചാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് മാർക്കറ്റിൻ്റെ ഇത് സംഭവം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് 20 രൂപയ്ക്ക് സാധനം കിട്ടിയാനും നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ 15 രൂപയേ ഉള്ളൂ. അതാണ് സീൻ. പക്ഷേ നൈസാണ്. അവൻ അടുത്ത മാസം 20 രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞപ്പം ഇത് എന്തായാലും എടുക്കാം. ഇവൻ്റെ ക്യാമറ സെറ്റ് ചെയ്യാം. എന്തായാലും വിഷ്ണു നമുക്ക് 20,000 രൂപ അയച്ചു തരും. കാരണം അവന് കോഴ്സിന് വേണ്ടി അത്ര സ്പെസിഫിക് സ്പീഡുള്ള സാധനം വേണം. i7 എങ്കിലും 7th gen എങ്കിലും വേണം. i3 ആണെങ്കിൽ 7th gen വേണം. i5 ആയാലും 7th gen വേണം. 7th 5th. പക്ഷേ വിലയാവും 20,000. അവൻ്റെ പരിപാടിക്ക് 20,000 രൂപയുടെ സാധനം. 20,000 രൂപ വെച്ച് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 18 നമുക്ക് ലാസ്റ്റ് പിടിക്കാം. നമ്മൾ ലാസ്റ്റ് 17 18 നമുക്ക് ലാസ്റ്റ് പിടിക്കാം. നമ്മുടെ ജോമോനെ കാണുന്നില്ല ഗൈസ്. ജോമോൻ എവിടെ പോയി? വീഡിയോ അയച്ചു വിടും. നമ്മളിവിടെ നിൽക്കുന്നത് HP-യുടെ ഫ്രണ്ടിൽ, ഇതാ നെഹ്റു പ്ലേസ് പോലീസ് ഇതിൻ്റെ ഫ്രണ്ടിൽ. ജാക്കറ്റൊക്കെ കിട്ടില്ല, ജീൻസൊക്കെ കിട്ടില്ല. ഇവിടെ ഫുഡും എല്ലാം കിട്ടും. നൈസ് സ്ഥലം കേട്ടോ നെഹ്റു പ്ലേസ്. ബിഗ് മാർക്കറ്റാണ്. സ്കൂൾ കോളേജ് ബിൽഡിംഗ് പോലത്തെ സ്ഥലം. കളഞ്ഞു കിട്ടി. ആരാ? ജോമോൻ. കേസാ ഹേ ബായ്. ഫോട്ടോ അയച്ചു കൊടുക്കാം. തൊട്ടടുത്ത് നിന്നിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. നോക്കുമ്പോൾ ജോമോന്റെ ഫോട്ടോ തന്നെ അഖിൽ അയച്ചു കൊടുത്തേക്കുന്നു. PC ഗെയിംസിന്റെ DVD 150 രൂപ. കോൾ ഓഫ് ഡ്യൂട്ടി, സ്ലീപ്പിംഗ് ഡോഗ്സ്. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ പണ്ട് കളിക്കുന്ന കളിയായിരുന്നു. ഞാനും അനിയനും കൂടെ പണ്ട് കളിക്കുന്ന മോർട്ടൽ കോമ്പാറ്റ്. ഫുൾ അടി ഗെയിം. ടൂം റൈഡർ കളിച്ചിട്ടുണ്ട്. ഫാർ ക്രൈ, ഡേ 1, ബൈനറി ഡൊമൈൻ, പെസ്. ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവൻ 5-6 ലാപ്ടോപ്പ്, ചീത്തയായ 5-6 ലാപ്ടോപ്പിൻ്റെ നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് SSD ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടൊക്കെ എൻ്റെ ബ്രോ ഇത് വൻ ശേഖരം കേട്ടോ. അൺബിലീവബിൾ മാർക്കറ്റ് പ്ലേസ് ഓഫ് ലാപ്ടോപ്സ്. അവന് വണ്ടി വെക്കാനാട്ടോ, ബസ്സിൽ വെക്കാൻ വേണ്ടിയുള്ള അതിൽ വെക്കാൻ വേണ്ടിയുള്ള പൊളി ക്യാമറ ആണ് നമ്മൾ തപ്പുന്നത്. സാധനം കിട്ടിയല്ലേ അഖിലേ? സാധനം കിട്ടിയ അഖിലിന് ക്യാമറ ഡെമോ കാണിക്കുകയാണ്. കിതറില്ലേ നീച്ചേ ഊപ്പർ? വേറെ എവിടെയാണ്? ഓക്കെ, റിമോട്ട് വ്യൂയിങ് ആണ് കാണുന്നത്. ലൈവ് റിമോട്ട് വ്यूइंग वेयर हाउस में 4G है, सिम लगा हुआ है. ओके, सिम लगा हुआ 4G. ये आइटम है ना, ये इसीलिए मांग रहे थे वो. सानम डिमांडिंग है. अगर नेट का स्पीड ज़्यादा है तो ये पिक्चर क्लियर मतलब ओके. ये बेसिकली क्या अभी फुल बफरिंग हो रहा है. ओके, फुल डेफिनेशन, हाई डेफिनेशन कम करेगा तो स्मूथ फुटेज आएगा. ജസ്റ്റ് ലൈക്ക് യൂട്യൂബ്. 3850 രൂപയാണ് ഓൺലൈനിൽ കിടക്കുന്നത്, ആമസോണിൽ കിടക്കുന്നത് ഈ സാധനത്തിൻ്റെ. യുമാർ എത്ര രൂപയ്ക്ക് വരും? 3000 വരൂ. സംഭവം ഡീല് റെഡിയായി. അഖിലിന് പ്രോഡക്ട്സ് കിട്ടി. ഇതിരിക്കും നോക്ക്. CPUs കിട്ടും. इंटेल Pentium 4 पढ़ेदाना चीप रेट कितना. ये कितने का है? स्क्रीन गार्ड. हाँ, लैपटॉप में लगाने के लिए कितना? 150 രൂപയ്ക്ക് സ്ക്രീൻ ഗാർഡ്. ലാപ്ടോപ്പിൽ ഒട്ടിക്കുന്ന സ്ക്രീൻ ഗാർഡ്, മാറ്റ് ഫിനിഷ്. ജോമോൻ്റെ ഫോണിൽ നമുക്ക് ഫൈബർ മാറ്റ് ഫിനിഷ് ഉള്ള സാധനം ഒട്ടിക്കണം. ആൻഡ് ബാക്കിൽ ക്യാമറയുടെ അവിടെ പ്രൊട്ടക്ഷൻ്റെ ഒരു സാധനം ഒട്ടിക്കണം. അതും സ്ക്രീൻ ഗാർഡ്. അതാണ് നേരത്തെ ഒട്ടിക്കണമായിരുന്നാ പുള്ളി പറഞ്ഞത്. ഇവനൊരു ഇതുമില്ല, ഇവൻ എന്താ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ല. ഫോൺ മേടിച്ചിട്ട് സ്ക്രീൻ ഗാർഡ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്. ജോമോന് 21D മാറ്റ് ഫൈബർ തമ്പുരാൻ ഗ്ലാസ്. എന്താണ് ടെമ്പേർഡ് ഗ്ലാസ് മാറ്റ് ഫൈബർ? പബ്ജിയുടെ പടമുള്ള 150 രൂപയുള്ളൂ ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടി. റെഡ്മിയുടെ പോളിഫോണൊക്കെ മേടിച്ചിട്ട് അവൻ കൂറ കവറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ക്യാമറയുടെ ബാക്കിലും ഒട്ടിക്കുന്ന സ്റ്റിക്കർ വേണം, മറ്റേ പൊട്ടാതിരിക്കാൻ വേണ്ടി, സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി. അതും കിട്ടി. നോട്ട് 10 Pro റെഡ്മി ക്യാമറയുടെ അടിയിൽ വെക്കുന്ന 50 രൂപയാണ് ഈ സാധനത്തിന്. പക്ഷേ ന്യൂഡൽഹിയിൽ ഇത് 5 രൂപ 10 രൂപ 15 രൂപയ്ക്കും കിട്ടും ഹോൾസെയിൽ റേറ്റിൽ. ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ കരോൾ ബാഗിൽ. എനിക്ക് ഏറ്റവും ടെൻഷനുള്ള സംഭവമാണ് ഈ സാധനം ഒട്ടിക്കുന്നത്. ഞാൻ എപ്പോൾ ഒട്ടിച്ചാലും ശരിയാകത്തില്ല. ये हवा है इसके अंदर, सब निकाल दूंगा. हवा ये हवा. ഓ ऐसा ये है हवा का टेक्निक. എല്ലാ കാറ്റും ഒരേ ഇതിലാക്കി കൊണ്ടുവന്ന് ഒരുമിപ്പിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഔട്ടടിക്കണം. ഓക്കെ, മച്ചാൻ പൊളി. എത്ര എണ്ണം ഒട്ടിച്ച് വേണം ഒരു ഇവൻ്റെ ജീവിതത്തിൽ. ഇവൻ ബാക്കിൽ ഒട്ടിക്കുവാണ്. ക്ലിയർ ഗ്ലാസ് ആണോ ഇത്? കളർ ഗ്ലാസ് ആണോ?
വൻ സാഹസികമാണ്, രോമാഞ്ച കഞ്ചകമാണിത് എപ്പോഴും ഇത് ഒട്ടിക്കുമ്പോഴത്തേക്ക്. ഓ പൊളി, തിളങ്ങുന്നു. വളച്ചൊട്ടിക്കാൻ വേണ്ടിയാട്ടാ. यूट्यूब पर डालोगे क्या भैया? हाँ हाँ? हाँ, कौन से चैनल पे आएगा? അതിസാഹസിക രീതിയിലാണ് ഇവന്മാരുടെ കളി. ഓ ടെൻഷൻ ടെൻഷൻ, എയർ ബബിൾസ് കയറല്ലേ. യോമോനെ നിന്റെ ക്യാമറ പോയടാ, കളർ പോയി. ഇനി എടുക്കുമ്പോൾ നീല ഫോട്ടോ കിട്ടത്തുള്ളു, എല്ലാം നീല കളറിലെ ഫോട്ടോ. ആ പോളി, പെർഫെക്റ്റ്. അഖിലെ നിനക്ക് ഒട്ടിക്കണമെങ്കിൽ പറ, ഇപ്പോൾ ഒട്ടിക്കാം. കൊള്ളാം പക്ഷേ സംഭവം കൊള്ളാം, റിഫ്ലക്ഷൻ ഇല്ല ഇപ്പം. വെയിലത്ത് പോയാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാ ഞാൻ എൻ്റെ അടുത്ത് മാറ്റ് ഇടാൻ പറഞ്ഞത്. പക്കപ്പാറ വെയിലത്ത് പോയാലുന്ന പൊളി HD ഡിസ്പ്ലേ. അഖിലിന് അടുത്ത് ഓർഡർ വന്നെന്ന് തോന്നുന്നു കേട്ടോ ക്യാമറയുടെ. വൻ സംസാരമൊക്കെ നടക്കുന്നു, എനിക്കറിയാം പറഞ്ഞോടെ സെറ്റാവും. ജോമോൻ മാറ്റ് ഫിനിഷ് ഒട്ടിച്ചപ്പോഴത്തേക്ക് നമ്മളും ഒട്ടിച്ച്, എല്ലാവരും ഒട്ടിച്ച്, അഖിലും ഒട്ടിച്ച്. നല്ലൊരു എഫക്റ്റ് ഉണ്ട്, കാരണം വെയിലടിക്കത്തില്ല, മേളത്തെ വെയിലിൻ്റെ റിഫ്ലക്ഷൻ അടിക്കത്തില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. 100 രൂപയുള്ള സാധനത്തിന് ഇത്ര 70യോ 10യോ എത്രയാണ് വില കുറവ്. 50 രൂപയ്ക്കുള്ള സാധനം ഉണ്ട് വേറെ, അത് വേറെ. ഇത് 100 രൂപയുടെ വേറെ സാധനം. അഖിലിൻ്റെ കൈപുണ്യം നമ്മളെ തെളിയിപ്പിക്കുകയാണ്. അഖിലിൻ്റെ കൈപുണ്യം. എന്ത് റൊട്ടിയാടാ ഇത്? മേത്തി. മേത്തി മീൻസ് എന്തല്ല? കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്തിൻ്റെ ഇലയാന്ന് പറ? എന്തിൻ്റെ ഇലയാന്ന് പറ? നമ്മുടെ തെരളി ഇലയുടെ മണം. നൈസടാ. ഇതിൽ കിസാൻ കെച്ചപ്പ് ഒഴിക്കണം. നല്ല ടേസ്റ്റ്. അഖിൽ ഭയങ്കര കുക്കാട്ടാ. കുക്കല്ല, ഷെഫ്. ജീവിക്കട്ടെ. അഖിലിൻ്റെ മമ്മി പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് 100 രൂപയുള്ളൂ, 100 രൂപ വാളറ്റ്സ്. 40 രൂപയ്ക്ക് ഈ സാധനം കീ ചെയിൻ. മനാലി സാധനം. മനാലിയിൽ വില കൂടുതലാണല്ലോടാ അതിന്. 40 രൂപ കിട്ടത്തില്ലല്ലോ മനാലിയിൽ. അവിടെ ടൂറിസ്റ്റ് സ്പോട്ടല്ലേ. കീ ചെയിൻ കിത്തനേക്കാ? 120 രൂപയുടെ കീ ചെയിൻ ബ്രോ. 120 രൂപ. ഇതെല്ലാം ബാറ്റ്മാൻ്റെ ഉണ്ട്, അവഞ്ചേഴ്സിൻ്റെ ഉണ്ട്. വാ, ഇതെല്ലാം 120 രൂപയുടെ കീ ചെയിൻസ് ആണ്. ബാറ്റ്മാൻ, ഹാർലി ഡേവിഡ്സൺ, സ്പൈഡർമാൻ. ജോമാനെ സ്പൈഡർമാൻ്റെ കീ ചെയിൻ. സ്പൈഡർമാൻ്റെ കീ ചെയിൻ. അഫ്ഗാൻ മാർക്കറ്റ് അറ്റ് ലജ്പത് നഗർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ലജ്പത് നഗർ അഫ്ഗാൻ മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോകണം. അഫ്ഗാനികൾ ഇവിടെ വന്ന് റെഫ്യൂജീസ് ആയിട്ട് ആദ്യമേ പണ്ട് വന്നതാണ്. ഇപ്പം ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ലാപ്ടോപ്സിൻ്റെ മാർക്കറ്റും ഉണ്ട്, പിന്നെ ഒത്തിരി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മാർക്കറ്റുണ്ട്. വലിയ മാർക്കറ്റാണെന്ന് അഖിൽ പറയുന്നത്. നമുക്കെല്ലാം കാണാം. സ്റ്റേ വിത്ത് മീ, ഓക്കെ. ഒരു പ്രത്യേകതയുണ്ട് ലജ്പത് നഗറിൽ വരുമ്പോഴത്തേക്ക്. ഞാൻ ലജ്പത് നഗർ ആദ്യം മനസ്സിൽ ചിന്തിച്ച് വിചാരിച്ച് ചെറിയൊരു സ്ഥലമായിരിക്കും നഗർ, ലജ്പത് നഗർ എന്ന് പറയുന്നത് എനിക്ക്. പക്ഷെ വലുത് ബ്രോ. ഫുൾ ബ്രാൻഡ്സ് ഒക്കെ, റാഡോ, സ്കെച്ചേഴ്സ്, റാഡോ സ്വിറ്റ്സർലാൻഡ് ബ്രാൻഡിൻ്റെ ഷോറൂം, ഔട്ട്ലെറ്റ്. ഇവിടെ വലിയ റാഡോയുടെ ക്ലോക്ക് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂഡൽഹിയിൽ, ഗുരുദ്വാരയിൽ, പഞ്ചാബി ഗുരുദ്വാര, മറ്റേ ചാന്ദിനി ചോക്കിൽ റാഡോയുടെ 2 വലിയ ക്ലോക്കാണ് വെച്ചിരിക്കുന്നത്. ചെറിയ വാച്ചിന് തന്നെ ഭയങ്കര വിലയാണ്. അഫ്ഗാൻ ദർബാർ റെസ്റ്റോറൻറ്റ് നമ്മൾ നെറ്റിൽ കണ്ടായിരുന്നു. കാബുൾ ഡൽഹി റെസ്റ്റോറൻറ്റ്, വത്തൻ സഫ ഫാർമസിയൊക്കെ. ഇവിടെ ആൾക്കാരുടെ സംസാരവും അഫ്ഗാനി ഭാഷയാണ്. നമ്മൾ അടുത്തൂടെ ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേക്ക്. ആരാ യൂട്യൂബിലുണ്ടോ ഈ കടയാ? ഇതോ യൂട്യൂബിലാ? ആഹാ, നീ വീഡിയോ കണ്ടല്ലേ? ഓക്കെ. ഇത് ഇവിടുത്തെ റൊട്ടി, ഇത് അഫ്ഗാനി റൊട്ടി. കേക്ക് റൊട്ടി, ഇതെല്ലാം അഫ്ഗാനി സാധനങ്ങളാണ്. നമ്മൾ ദുബായിലൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. कैसे हो? क्या टेंशन में है? नहीं देख तो अभी आ रहा हूँ. चिकन सूप अवेलेबल. चिकन सूप है, केक है, शिरमाल है. क्या है? जाई सब्जी चाय सब्जी मौजूद. അഫ്ഗാനി ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കരമാടാ, ഭയങ്കര ഫേമസ്. അഫ്ഗാനി ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ലെവല്. ഇത് റൊട്ടി, ഷിർമാൽ. जायका वतनी मौजूद. ये जायका. अच्छा, चटनी. ये आपका चाय है? ये चाय. और ओके ब्रो. अब अफगान से आया? अफगान से. कितने साल हुआ? मैं तो 20 साल यहाँ पे हूँ. 20 years at अफगानी में होने इधर है अच्छा या अफगान अच्छा है? मैं तो तेलंगाना का नहीं है. ईद है अच्छा है? नहीं है.
दोनों अच्छा है, दोनों अच्छा किसी को बुरा है. नहीं है. मेरा ड्रीम था अफगान जाने का. अभी उधर प्रॉब्लम हो गया. ठीक है, इंडियन में ठीक है. प्रॉब्लम എന്റെ ഡ്രീം ആയിരുന്നു അഫ്ഗാനിൽ പോകണമെന്ന്. ഡ്രൂബിൻസ്കിയുടെ വീഡിയോ കണ്ടിട്ട്. हाँ इस वक्त दे रहा हूँ इंडियन ठीक है. हाँ मैं दुबई में था. बहुत ज़्यादा दोस्त है मेरा अफगान का. बहुत ज़्यादा रोटी भी मैं खाता था. 20 years ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ എന്തല്ലേ പാവപ്പെട്ടവർക്ക് അഫ്ഗാനിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഫുള്ള് താലിബാൻ്റെ പ്രശ്നമായുണ്ട് പാവം. കാബുൾ ഡൽഹി. ഇപ്പം ഞാൻ ക്ലാസ്സിൽ ചെന്ന് ഇടിച്ചേനം. ടക്കെന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടേനം. അതിനകത്ത് കയറി താഴെ ഇരിക്കാം. ഓ നിങ്ങൾക്ക് വലിയ ആൾക്കാർ കസേരയിൽ ഇരിക്കും. എനിക്ക് തറസ് ഇവിടെ ബില്ല് ഇവിടെ റേറ്റ് കുറവാ. താഴെ ഇരുന്ന റേറ്റ് കുറവാ. അഫ്ഗാനി കബാബ്സ്, മട്ടൺ കബാബ്, ചോപ്സ് മട്ടൺ ചോപ്സ്, അഫ്ഗാനി ഗ്രിൽ ഫിഷ്, ജിഗർ കബാബ്, അഫ്ഗാനി ഫ്രൈ ചിക്കൻ, അൽഫാം ചിക്കൻ, തന്തൂരി ചിക്കൻ, ചിക്കൻ തിക്ക, മട്ടൺ തിക്ക, ഫിഷ് തിക്ക, ജോജോ കബാബ് വിത്ത് റൈസ്, ലാംബ് കൊബിദേ വിത്ത് റൈസ്, കസാൻ കബാബ്, പനീർ തിക്ക, പനീർ വെജൊന്നും നമുക്ക് വേണ്ട, നോ നീഡ് വെജ്, ചിക്കൻ കടായി, മട്ടൺ കടായി, ചിക്കൻ കുർമ, പുലാവ്, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഏതിടാം. ഇവൻ 7 വർഷമായി അഫ്ഗാനിൽ പോയിട്ടില്ല. 7 years से अब गया भी नहीं, अभी जा भी नहीं सकता. പോകാനും പറ്റത്തില്ല ഇനി, ക്യോങ്കി പ്രോബ്ലം താലിബാൻ കാ. ഫുൾ ഫാമിലി ഇവിടെയാണ് അവൻ്റെ. സേഫ്റ്റി പ്രധാനം. മനുഷ്യ ജീവിതമല്ലേ. സ്വന്തം നാട് വിട്ടിട്ട് ഗതികേടാണ് സത്യം പറഞ്ഞാൽ. പാവങ്ങളുടെ സൂപ്പർ സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ സ്ഥലമാണ് അവരുടേത്. അവിടുത്തെ ഫ്രൂട്ട്സും ഫുഡും ഒക്കെ എന്ത് ടേസ്റ്റാന്ന് പറയാം, എന്ത് രസമാണെന്നറിയാം. അഖില് പൊളി ഫോട്ടോഗ്രാഫർ. അഖില് എന്ത് ഫോട്ടോ ആണ് നീ എടുത്തത്, കിട്ടില്ല. എന്താ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, അയച്ചു തരണേ. വാ അതിൻ്റെ ഇറച്ചി നോക്ക്, അതിനകത്തുള്ള ഇറച്ചി നോക്ക്, സൂപ്പർ അടിപൊളി. രോമൻ്റെത് എങ്ങനെയുണ്ട്? ഇത് മട്ടൺ, എന്താ മട്ടൺ സംതിങ് മറന്നു പേര്. കഴിക്കാൻ നേരത്തെ എങ്ങനെ ഓർക്കുന്നത്. അഫ്ഗാനി ഫുഡ് ഇങ്ങനെയാണ്, ലെസ് സ്പൈസിയാണ്, നല്ലൊരു കൊഴുപ്പിൻ്റെ ഇപ്പം ഇത് ഇറച്ചിയുടെ ഇതാണെങ്കിൽ ആ കൊഴുപ്പിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഇറച്ചിയുടെ ഒരു മണം ഇതിൽ കിട്ടും. മൈൻഡ് ഫ്രീ ആയിട്ട് ആക്കിയിട്ട് കഴിക്കണം, വേറെ ഒന്നും ചിന്തിക്കരുത്. ഇത് കണ്ടിട്ട് ബിരിയാണിയുടെ രുചിയാണെന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് കഴിക്കരുത്. കഴിച്ചാൽ നമ്മൾ കിളിയാവും, നമ്മളെ എക്സ്പെക്റ്റേഷൻ ഔട്ടാവും. അഫ്ഗാനിയുടെ നല്ല ഫ്രഷ് ഫുഡാണ്. ഡിഫറെൻറ്റ് ഫ്രഷ്നെസ് ഉണ്ട്. കണ്ട ഫ്രൂട്ട്സിൻ്റെ ഒരു ഹിൻറ്റ് എല്ലാത്തിലും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എവിടെ ഇടും? നമ്മൾ തേങ്ങ ഇടത്തില്ല എല്ലാത്തിലും. അതേപോലെ അഫ്ഗാനി മട്ടൺ കടായി, അത് തന്നെ നമ്മളുണ്ടാക്കിയത്. മട്ടൺ കേടായി ജ്യൂസും എല്ലാം. ബ്രോ നമുക്ക് പോകാൻ കേട്ടോ. ജോമോനെ കൊണ്ട് പാത്രം കഴിപ്പിച്ചു കൊടുക്കാം ഇവിടെ, അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. പാത്രം കഴിവാൻ അറിയാം. ബർത്തൻ ദോയക നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് സാധനം, ലെസ് സ്പൈസിയാണ് ആൻഡ് മോർ ടേസ്റ്റ് ഓഫ് ദ മീറ്റ് ആൻഡ് റൈസ് ആണ് അതിൽ വരുന്നത്. കാബൂൾ ഡൽഹി. അവർ പാത്രം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹായ്, വെൽക്കം ടു ലജ്പത് നഗർ, നൈസ് ടു മീറ്റ് യു. അഫ്ഗാനി ഡ്രസ്സുകൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അഫ്ഗാനി മാർക്കറ്റിൽ വന്നതാണ്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കാണുന്നത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് താലിബാൻ്റെ അടുത്തോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി, ഒട്ടിച്ച് തരും കീറി. ഇത് മോഡേൺ അഫ്ഗാനിയാണ്. അഫ്ഗാനി പ്രോ ആയിരിക്കും, അഫ്ഗാനി പ്രോ പ്ലസ്. താലിബാൻകാർ കീറിയും ഒട്ടിക്കുമല്ലേ. ഇവർക്ക് ഡൽഹിയിലിടാ, ഇവിടെ ഇല്ലല്ലോ. അവർ ഫുൾ ഇന്ത്യനൈസ്ഡ് വെർഷൻ ഓഫ് അഫ്ഗാനി ഡ്രസ്സസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഈ ലജ്പത് നഗർ എനിക്ക് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ബർദുബായിയുടെ ചില സ്ഥലങ്ങളായിട്ടാണ് ഓർമ്മ വരുന്നത്. സത്വ ആ ഏരിയയിലൊക്കെ അതേപോലെയൊക്കെ എനിക്ക് തോന്നിയത്. അവിടുത്തെ ആൾക്കാരും പിന്നെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഇവൻ ഇന്നലത്തെ ഡയലോഗ് അടിച്ചില്ല ഇന്ന് കേട്ടോ. ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ലജ്പത് നഗർ ബ്രോ.